ദീപക് എന്ന ഒരു യുവാവിൻ്റെ മരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. ഒരു ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായിട്ടുള്ള വീഡിയോ പ്രചരിച്ചതിൻ്റെ പേരിൽ മനോദുഃഖത്താൽ അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. ഞാനും ആ വീഡിയോ കുറേ തവണ ആവർത്തിച്ച് നോക്കി. അതിനകത്തൊരു പീഡന ശ്രമവും ഇല്ല. ആ പെൺകുട്ടി വളരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഒരു സന്തോഷപ്രദമായ മുഖത്തോട് നിൽക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ മാറിയോ തൊട്ടില്ലോ എന്നൊന്നും നമുക്ക് വീഡിയോയിൽ അറിയാൻ പറ്റത്തില്ല. ബസ്സിനകത്താകുമ്പോൾ ചലനങ്ങളൊക്കെ ഉണ്ടാകും, തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. പക്ഷേ ഇതിനകത്തൊരു പ്രധാന ഇഷ്യൂ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടി ബഹളം വെക്കുകയോ അതിനകത്ത് റെസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവണം. അല്ല, സോഷ്യൽ മീഡിയ വഴി ജഡ്ജ് ആവാൻ ശ്രമിക്കുന്നത് ശരിക്കും തെറ്റായ കാര്യമാണ്. ഇത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി യഥാർത്ഥത്തിൽ പീഡനം നടക്കുന്ന പെൺകുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കില്ല എന്നാണ്. ഇത്തരത്തിൽ പീഡനങ്ങൾ ധാരാളം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാഗ്വാദങ്ങൾ നടക്കുമ്പോൾ ശരിക്കും ഒരു പെൺകുട്ടി ഇനിയും പീഡിപ്പിക്കപ്പെട്ടാൽ പോലും അങ്ങനൊരു പോസ്റ്റ് എടുത്തിട്ടാൽ പോലും ആരും മൈൻഡ് ചെയ്തില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണക്കാരായ പെൺകുട്ടികൾ, ഇത്തരം റെസിസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്ത പെൺകുട്ടികളാണ് നാളെ പരാജയപ്പെട്ടു പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്ത്രീകളുടെ വോയിസാണ് ഇല്ലാതാക്കുന്നത്. ഇത്തരം ഗജ ഫ്രോഡുകളെ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നിറയുമ്പോഴത്തേക്കും നാളെ യഥാർത്ഥ ഒരു പെൺകുട്ടി, അത് നമ്മുടെ മകളാവാം, നിങ്ങളുടെ ഭാര്യയാവാം, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്കൊരു വോയിസ് ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ സോഷ്യൽ മീഡിയകളല്ല ജഡ്ജ്. ഒരു വീഡിയോ എടുക്കുന്ന പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആ വീഡിയോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു ബസ്സിൻ്റെ മോഷൻസ്, ആ ബസ്സിൻ്റെ ചലനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ചലനം മാത്രമേ ഉള്ളൂ. അദ്ദേഹം വീഡിയോ എടുക്കുന്നത് അറിയുന്നുണ്ട്, പക്ഷേ അബദ്ധവശാൽ അതിനകത്ത് പെട്ടുപോകുന്നതായിട്ടൊക്കെയാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തെളിവും അതിനകത്ത് അവശേഷിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വീഡിയോ പിടുത്തങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ നാളെ പരാതിപ്പെടാനുള്ള അവസരങ്ങളാണ് ഇല്ലാതാവുന്നത് നോക്കുക. സോഷ്യൽ മീഡിയയിൽ അത് മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവനാണ് എടുത്തത്. പലപ്പോഴും എല്ലാവർക്കും അപമാനഭാരങ്ങളൊന്നും താങ്ങുവാൻ കഴിയുന്നവരല്ല. സമൂഹത്തിൻ്റെ ഭൂരിഭാഗം ആൾക്കാരും സാധാരണ ജീവിതം നയിച്ചു പോകുന്നുണ്ട്. രാഷ്ട്രീയക്കാരെ പോലെയോ അല്ലെങ്കിൽ വക്കീലന്മാരെ പോലെയോ ഒക്കെ തൊലിക്കെട്ടികളൊന്നും ആർക്കും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നല്ല അവയർനെസ് ഉള്ള ആൾക്കാരെ പോലെ തൊലിക്കെട്ടികളൊന്നും ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമുക്ക് ഇന്നൊരു സംഭവം നടന്നു, നാളെ ആകുമ്പോഴത്തേക്ക് അത് മാഞ്ഞു പോകുന്ന ഒരു വിദ്യാഭ്യാസമുള്ളവന് മനസ്സിലാവും. അതൊക്കെ ഇന്നത്തെ ഒരു റീച്ചിന് വേണ്ടി ചെയ്യുന്നു. അതൊക്കെ സമൂഹത്തിൽ പല ഇഷ്യൂസും പുതുതായിട്ട് വരുമ്പോൾ ഇതെല്ലാം മറന്നുപോകും. ഞാൻ ഒരുപാട് കണക്കിന് ആൾക്കാരെ, ക്രിമിനൽസിനെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും കോടതികളിലൊക്കെ ഇരിക്കുമ്പോൾ അവർക്കിതൊന്നും ഒരു വലിയ കൂസലില്ല. കോടതിയും പോലീസും എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് വലിയ കൂസലൊന്നും ഇല്ലാതെ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത്ര മനക്കെട്ടിയുള്ള ആൾക്കാരൊന്നുമല്ല സമൂഹത്തിലെ സാധാരണക്കാരായ ആൾക്കാർക്ക്. അത്ര പ്രൊഫഷണൽ ട്രെയിനിങ് ഒന്നുള്ളവരല്ല. ഇതിൻ്റെ ആത്മഹത്യ, അവർക്ക് അനാഥമായ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നിലവിളിയൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ വളരെ കഠോരമായിട്ട് മുഴങ്ങുന്നു. വാസ്തവത്തിൽ ഇതൊരു നിരക്കാനാവാത്ത അപവാദപ്രകടനമാണ് ആ പെൺകുട്ടി ചെയ്തത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് സാധാരണ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കാതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വീഡിയോകൾ ഇനി മേലെ ആവർത്തിക്കരുത്. പുരുഷന്മാർ ഇനി മാറി